ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് സെർച്ചിങ് എന്ന ത്രില്ലർ മൂവി ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പകുതിയിലേറെ സമയവും സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ എവിടേക്ക് പോണേ, എന്താ കഴിക്കുന്നേ, ആരുടെയൊക്കെ സംസാരിക്കുന്നേ, ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇന്റർനെറ്റിൽ അവശേഷിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ഒരാളെ പെട്ടെന്ന് കാണാതായ അയാളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഇൻഫർമേഷൻ തരുന്ന ആരാ? വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ഒന്നുമല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലുള്ള അക്കൗണ്ടുകളായിരിക്കും. അവരെക്കുറിച്ച് നമുക്കറിയാത്ത പല കാര്യങ്ങളും ആ അക്കൗണ്ടിലൂടെ കിട്ടും. ഈ അടുത്ത് മൈനറായ ഒരു പെൺകുട്ടിയെ കാണാതായ വിവരം നമ്മളെല്ലാം കേട്ടതാ. അന്വേഷണത്തിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്തുമായി പോയതാണെന്നും അവരെ കണ്ടെത്തുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്, മറിച്ച് സോഷ്യൽ മീഡിയയിലെ പരിചയങ്ങൾ എത്രമാത്രം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം എന്നത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സിനിമയും ഏകദേശം ഇതേ ആശയം ഗംഭീരമായി അവതരിപ്പിക്കുന്ന ഒരു ത്രില്ലറാട്ടോ. ഒരു പെൺകുട്ടിയെ യാതൊരു കാരണമില്ലാതെ വീട്ടിൽ നിന്ന് ഒരു ദിവസം കാണാതാവാ. അപ്പോളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന അവളുടെ അച്ഛൻ അവളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും തന്റെ മകൾക്ക് താൻ അറിയാത്ത മറ്റൊരു ജീവിതവും കൂടി ഉണ്ടെന്ന്. അവിടുന്ന് തുടങ്ങുന്ന ഈ സിനിമ പ്രേക്ഷകരെ ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാണ്. അപ്പൊ അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാ പിന്നെ മൂവിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഒരു പഴയ വിൻഡോസ് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലോട്ടാണ്. അതിലപ്പോൾ ഒരു ക്യൂട്ട് ഫാമിലി ഫോട്ടോ എടുക്കുന്നത് കാണാം. ഞാൻ അവരെ ഓരോരുത്തരായി പരിചയപ്പെടുത്താം. ഈ ഫോട്ടോയിൽ ആദ്യം നിൽക്കുന്ന ആളാണ് ഡേവിഡ്, നമ്മുടെ കഥയിലെ ഹീറോ. അടുത്ത് നിൽക്കുന്നത് അവന്റെ വൈഫ് പാം, പിന്നെ അവരുടെ മകൾ മാഗ്നറ്റ്. ഇവർ 3 പേരടങ്ങുന്നതാണ് ഈ കൊച്ചു ഫാമിലി. പിന്നെ ഇവരെ കാലത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലി ആട്ടോ. സോഷ്യൽ മീഡിയയും ടെക്നോളജിയും നന്നായി ഉപയോഗിക്കുന്ന ഒരു കുടുംബം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മാഗ്നറ്റ് ആദ്യമായി സ്കൂളിൽ പോയത്, പിയാനോ വായിക്കുന്നത്, വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് വെക്കുന്നത്, അങ്ങനെ അവരുടെ ലൈഫിൽ നടക്കുന്ന നല്ല മൊമെന്റ്സ് എല്ലാം അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് എടുത്തു വെക്കാറുണ്ട്. പിന്നീട് അത് ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യലുകളായി. പിന്നെ ഇവർ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത് വെറുതെ സമയം കളയാൻ മാത്രമല്ലായിരുന്നു കേട്ടോ. ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങൾക്കായും അവർ ആശ്രയിച്ചിരുന്നു. അതിലൊന്നാണ് ഡേവിഡിന്റെ ഭാര്യ പാമിനെ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വേണ്ട വിവരങ്ങളെല്ലാം ഇന്റർനെറ്റിൽ നോക്കി മനസ്സിലാക്കിയത്. അതോടൊപ്പം അവർ ഹോസ്പിറ്റലിൽ പോയത്, അഡ്മിറ്റ് ആയത്, തുടർന്ന് രോഗത്തിന്റെ ഓരോ ഘട്ടങ്ങളും, അവസാനം അവർ മരിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നത്, പാം മരിച്ചതിന് ശേഷം അച്ഛനും മകളും തമ്മിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അവർ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നത്. അങ്ങനൊരു ദിവസം ഡേവിഡ് മോളെ വീഡിയോ കോൾ ചെയ്യുന്നിടത്തുന്ന പിന്നീട് സിനിമ തുടങ്ങുന്നത്. നീ ഇതെവിടെയാ? പപ്പ, ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ. ഞങ്ങളിന്ന് നൈറ്റ് വരെ കമ്പയർ സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീ എന്തെങ്കിലും രാവിലെ മറന്നോ? ഞാനോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഡേവിഡ് വീട്ടിലെ വേസ്റ്റ് ബാസ്ക്കറ്റ് കാണിച്ചിട്ട്, നിന്നോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് പോകണമെന്ന്? അല്ലെങ്കിൽ വന്നിട്ടെങ്കിലും നിനക്ക് ചെയ്യാൻ പാടില്ലേ? ഇനി ഞാനിത് നിന്റെ റൂമിൽ കൊണ്ടുവയ്ക്കാം, അവിടെ നാറുമ്പളെ നീ ഇനി പഠിക്കൂ. അപ്പോൾ അവൾ ഡേവിഡിനോട് കുറെ സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം ഡേവിഡ് നൈറ്റ് അധികം വൈകാതെ വരാൻ നോക്കുന്നു പറഞ്ഞ് ഫോൺ വെക്കും. അത് കഴിഞ്ഞ് ഡേവിഡ് യൂട്യൂബിലൊക്കെ കയറി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ബ്രദറിന്റെ കോള് വരാം. ഒരു റെസിപ്പിയുടെ കാര്യം ചോദിച്ചു. ഡേവിഡ് അത് നോക്കുമ്പോൾ അത് അവന്റെ വൈഫിന്റെ റെസിപ്പി ആയിരിക്കും കേട്ടോ. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് വൈഫിന്റെ റെസിപ്പിയുടെ വീഡിയോ കാണുമ്പോൾ അവന് ഭയങ്കര സങ്കടമാവും. അവരത് ബ്രദറിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രദർ, നിനക്ക് ഇത്രയും സങ്കടം വരുന്നുണ്ടെങ്കിൽ മാർഗരറ്റിന്റെ കാര്യം എന്തായിരിക്കും? നീ ഇപ്പോഴും സംസാരിക്കാറുണ്ടോ? പിന്നെ ഞങ്ങളിപ്പോ സ്കൈപ്പിൽ വിളിച്ച് വെച്ചോളൂ. അങ്ങനെയല്ലടാ, നീ അവളോട് നേരിട്ട് സംസാരിക്കി, എങ്കിലും അവളുടെ വിഷമവും സന്തോഷമൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഡേവിഡ് ശ്രമിക്കാന്ന് പറയാ. ശേഷം ഒന്ന് രാത്രി ഡേവിഡ് കിടന്ന് ഉറങ്ങുന്നു കാണിക്കുക. അപ്പൊ അന്ന് മാർക്കറ്റ് ഇവനെ വിളിക്കുന്നുണ്ട്. നല്ല ഉറക്കായതുകൊണ്ട് അവനത് അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ കോൾ കാണുമ്പോൾ തന്നെ ഡേവിഡ് അവളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ കോൾ എടുക്കുന്നില്ല. ഉടനെ തന്നെ അവൻ ടെസ്റ്റ് ചെയ്യാ. സോറി ഡി, ഇന്നലെ നീ വിളിച്ചപ്പോ ഞാൻ കിടന്നായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. എന്താ നീ വിളിച്ചേ എന്നൊക്കെ ചോദിക്കും. ഒപ്പം അവൾ ആ വേസ്റ്റ് കളയാത്തതും ഡേവിഡ് കാണാം. ഉടനെ തന്നെ അവൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ചോദിക്കും, ഇത് നീ ഇന്നലെ വന്നിട്ടും കളഞ്ഞില്ലല്ലേ എന്ന്. അപ്പോഴും അവളുടെ ഭാഗത്ത് നിന്നൊരു റിപ്ലൈ ഇല്ലാട്ടോ. അവൾ ഇതുവരെ ഇതൊന്നും റീഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ വല്ല സ്പെഷ്യൽ ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവുന്ന കരുതി ഡേവിഡ് തൽക്കാലം അത് വിട്ട് ഓഫീസിലോട്ട് പോവാ. എന്ന് അവിടെ ചെന്ന് സ്കൈപ്പിലോ മറ്റോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഡേവിഡിന്റെ ചിന്ത മോളെ കുറിച്ചായിരിക്കും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് മാർക്കറ്റ് മെസ്സേജ് റീഡ് ചെയ്തൊന്നും നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഡേവിഡ് അയച്ചു കൊടുത്ത ഫോട്ടോയിൽ പേസ്റ്റ്മെന്റിന്റെ മുകളിലായി അടുക്കളയിൽ അവളുടെ ലാപ്ടോപ്പും ബുക്കും ഇരിക്കുന്നു. ഇതൊന്നും എടുക്കാതെ അവള് ക്ലാസ്സിൽ പോയെന്ന് ഓർത്ത് ഡേവിഡ് അവൾക്ക് ടെസ്റ്റും വോയിസ് മെസ്സേജും ഒക്കെ അയക്കാൻ പോവാ. അപ്പോഴേക്കും ഡേവിഡിന് ഒരു കാര്യം ഓർമ്മ വരും. ഇന്ന് ഫ്രൈഡേ ആണല്ലോ. ഫ്രൈഡേ അവൾ രാവിലെ
പിയാനോ ക്ലാസ്സിൽ പോയിട്ടാണല്ലോ സ്കൂളിൽ പോണേന്നുള്ളത്. അപ്പൊ തന്നെ ഡേവിഡ് ടെസ്റ്റ് വോയിസും ഒക്കെ ഡിലീറ്റ് ചെയ്യാ. പക്ഷെ എന്നാലും അയാൾക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് അയാൾ നെറ്റിന്ന് പിയാനോ ക്ലാസ്സിലെ നമ്പർ കണ്ടുപിടിച്ച് അങ്ങോട്ട് കോൾ ചെയ്ത് നോക്കാം. ഹലോ മാഡം, ഞാൻ മാർഗന്റെ പപ്പായ. മാഡത്തിന് വിരോധമില്ലെങ്കിൽ അവൾക്കൊന്ന് ഫോൺ കൊടുക്കാമോ? മാർഗന്റെ പപ്പായോ? അതിനവൾ പിയാനോ ക്ലാസ് നിർത്തിയിട്ട് മാസങ്ങളായല്ലോ. ഇതേക്കുന്ന ഡേവിഡ് ആകെ ഷോക്കാവാ. കാരണം എല്ലാ വീക്കിലും അവൻ പിയാനോ ക്ലാസ്സിന് കൊടുക്കാൻ അവൾക്ക് കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോ നന്നായി പോകുന്നാ അവൾ പറയാറ്. എല്ലാം കൊണ്ടും ആകെ ഭ്രാന്തായ ഡേവിഡ് ഉടനെ അവന്റെ ബ്രദറിന് മെസ്സേജ് അയച്ച് കാര്യം പറയാ. അപ്പൊ അവൻ പറയും, നീ വിഷമിക്കല്ലേ, നീ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചന്വേഷിക്കേ. ചിലപ്പോ അവരൊപ്പം കറങ്ങാനെങ്ങാനും പോയിട്ടുണ്ടാവും. അതിന് എനിക്ക് അവളുടെ ഫ്രണ്ട്സിന്റെ നമ്പറൊന്നും അറിയില്ല. എന്തൊന്ന്, നീ ഒരു പെങ്കൊച്ചിന്റെ തന്തയായിട്ടും അവളുടെ ഫ്രണ്ട്സിന്റെ നമ്പറൊന്നും അറിയില്ലെന്നോ എന്ന് പറഞ്ഞ് അവൻ ഡേവിഡിനെ കുറെ ചീത്ത പറയാ. ശേഷം ഇനി എന്തോ ചെയ്യുമെന്ന് ഡേവിഡ് ആലോചിക്കുമ്പോഴാണ് വീട്ടിലെ പഴയ കമ്പ്യൂട്ടറിനെ കുറിച്ച് അവന് ഓർമ്മ വരുന്നത്. അപ്പൊ അതിൽ അവന്റെ വൈഫ് പാം പണ്ട് അവളുടെ ഫ്രണ്ട്സിന്റെ എല്ലാ നമ്പർ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാർഗറ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഐസക് എന്ന് എഴുതിയേക്കുന്ന ഒരു നമ്പർ കിട്ടാ. ഉടനെ ഡേവിഡ് ആ നമ്പറിലേക്ക് വിളിക്കും. എന്നാൽ വിളിക്കുമ്പോൾ എടുക്കുന്നത് ആ പയ്യനല്ലായിരിക്കും, പയ്യന്റെ അമ്മയായിരിക്കും. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവര് പറയും, പിള്ളേരെല്ലാം കൂടി ഒരു ഫാം ഹൗസിൽ പോടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസക് പോയിട്ടുണ്ട്. അപ്പോ മാർഗറ്റും പോയിട്ടുണ്ടാവും. അവിടെ റേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു. തിരക്കിനിടയിൽ മാർഗറ്റ് ചിലപ്പോ ഡേവിഡിനോട് പറയാൻ മറന്നതായിരിക്കും. ഇത് കേൾക്കുന്നോടെ ഡേവിഡ് ഒന്ന് കൂളാവാ. എന്നതായിരിക്കും ഞാൻ അവളെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തെ. എന്നാ ശരി, ഐസക് എങ്ങാനും ഫോൺ വിളിക്കുകയാണെങ്കിൽ അവളോടും കൂടി ഒന്ന് വീട്ടിലോട്ട് വിളിക്കാൻ പറയണേന്ന് പറഞ്ഞ് ഡേവിഡ് ഫോൺ വെക്കാം. ശേഷം ഡേവിഡ് മാർഗറ്റിന് ഒരു വലിയ മെസ്സേജ് ടൈപ്പ് ചെയ്യാ. മാർഗറ്റ്, നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനോട് പറയാണ്ട് ഫാം ഹൗസിൽ പോയേ? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? അല്ല, നീ പിയോണോ ക്ലാസ് നിർത്തിയാ? ടീച്ചറിനെ വിളിച്ചപ്പോ നീ 3-4 മാസമായി നിർത്തിയിട്ടെന്ന് പറഞ്ഞ്. അപ്പൊ നീ എന്നെ ഇത് വാങ്ങുന്ന ഫീസ് എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഭയങ്കര ദേഷ്യത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അത്. എന്നാ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഡേവിഡ് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് ചോദിക്കാമെന്ന്. അതുകൊണ്ട് അവൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത്, മാർഗറ്റ്, ഐസക്കിന്റെ അമ്മേനെ ഞാൻ വിളിച്ചിരുന്നു, ഈ ഫാം ഹൗസിലാണെന്ന് ഞാൻ അറിഞ്ഞു, നിനക്ക് റേഞ്ച് ഇട്ടാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ എന്നുള്ളൊരു മെസ്സേജ് വിടാം. ശേഷം ഡേവിഡ് സമാധാനമായി കിടന്നുറങ്ങാ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ. അപ്പൊ രാവിലെ തന്നെ ഒരു കോളിന്റെ ശബ്ദം കേട്ടാ ഡേവിഡ് എണീക്കുന്നേ. അത് ഐസക്കിന്റെ കോളായിരിക്കും കേട്ടോ. അപ്പൊ അവൻ പറയും, അങ്കിൾ, മാർഗറ്റ് ഇന്നലെ ഞങ്ങളോട് വന്നില്ല. എന്ത്, എന്താ നീ പറയുന്നേ? കാറിൽ സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചതാണെന്നേ. അപ്പോൾ എന്താ പറഞ്ഞേ? അവൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇത് കേട്ട് ആകെ ടെൻഷനായ ഡേവിഡ് ഉടനെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ പോലീസുകാർ പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ആദ്യം നിങ്ങൾക്കറിയാവുന്ന ഇൻഫോർമേഷൻ എല്ലാം ഞങ്ങളുടെ സൈറ്റിൽ കയറി ഒന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോഴേക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഡിറ്റക്റ്റീവിനെ അസ്യൂം ചെയ്യാം. ഇതേക്കുന്ന ഡേവിഡ് ഉടനെ തന്നെ അവരെ സൈറ്റിൽ കയറി മാർഗറ്റിനെ കുറിച്ചുള്ള അയാൾക്കറിയാവുന്ന വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാം. ഈ സമയം തന്നെ ഡേവിഡിന് ഒരു കോൾ വരും. അത് മറ്റാരല്ല, പോലീസുകാർ അസ്യൂം ചെയ്ത ഡിറ്റക്റ്റീവ് റോസ്മേരി ആയിരിക്കും അത്. ഡേവിഡ് അപ്പോ ഡിറ്റക്റ്റീവ് റോസ്മേരി എങ്ങനെയുള്ള ആളാണെന്ന് നെറ്റി സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും നല്ല അഭിപ്രായം പറയുന്നത് കാണുമ്പോൾ അയാൾക്കൊരു സമാധാനവും. ശേഷം റോസ്മേരി, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിച്ചു. എനിക്ക് നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഡേവിഡ്, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ഡേവിഡ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ആസ് എ പാരന്റ്, നമ്മുടെ കുട്ടികൾ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി അറിയാൻ സാധിച്ചാൽ അത് നിങ്ങൾ എന്നോട് പറയണം. ചിലപ്പോ ആ ഒരു ക്ലൂ ആയിരിക്കും നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഡേവിഡ് ഓക്കെ പറയാട്ടോ. ശേഷം ഡേവിഡ്, എന്റെ മകളെ കണ്ടുപിടിക്കാൻ എനിക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? എനിക്കതിന് അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ചോ അവളെ കുറിച്ചോ അധികമൊന്നും അറിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഡേവിഡിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. മാർഗറ്റിൽ നിന്ന് അവളുടെ പുതിയ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ടില്ലല്ലോ. അത് അടുക്കളയിൽ വേസ്റ്റ് ബാസ്കറ്റിന്റെ മുകളിലായി ഇരിക്കുന്നില്ലേ എന്നുള്ളത്. ഉടനെ ഡേവിഡ് അതെടുത്ത് ഓപ്പൺ ചെയ്യാ. എന്നിട്ട് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ നോക്കും. പക്ഷെ പാസ്വേഡ് അറിയാത്തതുകൊണ്ട് അത് പറ്റില്ല. പിന്നീട് ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് ഡേവിഡ് അതിൽ കയറും. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ അവൾക്ക് ആകെ 259 ഫ്രണ്ട്സാ ഉള്ളേ. അപ്പൊ ഡേവിഡ് അവരുടെ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഓരോരുത്തരെയും വിളിക്കുക. എന്നിട്ട് അവരോട്, എന്റെ മകൾ അവസാനമായി കണ്ടതെപ്പോഴാ? ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഈ സമയം നമ്മളെ ഡിറ്റക്റ്റീവ് റോസ്മേരി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർ ഈ ലിസ്റ്റിംഗ് പരിപാടി കാണുമ്പോൾ ഇതിൽ ഇൻഫർമേഷൻ എല്ലാം പലക്കും കൂടി ഷെയർ ചെയ്യണമെന്നും കിട്ടുന്ന ചെറിയൊരു ഇൻഫർമേഷൻ പോലും മിസ് ചെയ്തെന്നും കൂടി പറയാം. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചു കഴിയുമ്പോഴും ഡേവിഡിന് കാര്യമായ വിവരമൊന്നും കിട്ടില്ല. എല്ലാവരും പറയുന്നത് മാർഗറ്റിന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, ഇന്നലെ അവളെ കണ്ടിട്ടില്ല എന്നൊക്കെയായിരിക്കും. അവസാനം ഡേവിഡിന് മാർഗറ്റ് ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടി പോയ പെൺകുട്ടിയെ കിട്ടുക. അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, മാർഗറ്റ് നൈറ്റ് സ്റ്റഡിക്കൊന്നും നിന്നില്ല, ഒരു 9 മണിയായപ്പോഴേക്കും ഇവിടുന്ന് പോയി. എന്നിട്ട് നീ അവൾ വീട്ടിലെത്തിയൊന്ന് വിളിച്ചു ചോദിച്ചോ? അതിന് ഞങ്ങൾ തമ്മിൽ അത്ര ഫ്രണ്ട്സ് ഒന്നും അല്ലാന്നേ,
ഞാൻ ക്ലാസ്സിൽ വെച്ച് ഫ്രണ്ട്സായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി പ്ലാൻ ചെയ്തപ്പോൾ അവളും വന്നോട്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വന്നോളാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഡേവിഡ്, അവൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അവൾ ഇന്റർവെൽ സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നേ അങ്ങനെ ചോദിച്ചാ, അവളെപ്പോഴും ഈ ടംബ്ലർ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യണ കാണാം. ഉടനെ ഡേവിഡ് അവിടെ ലാപ്പിൽ കയറി ഈ ടംബ്ലർ എന്ന് പറഞ്ഞ ആപ്പ് നോക്കാം. അത് ഈ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഫോട്ടോസും വീഡിയോസും കോളൊക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്പാട്ടോ. അങ്ങനെ നമ്മളെ ഡേവിഡ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ഡിറ്റക്റ്റീവ് റോസിന്റെ ഒരു മെയിൽ വരാം. അത് ട്രാഫിക്കിലെ ക്യാമറ ഫോട്ടേജ് ആയിരിക്കും. അപ്പൊ അതിൽ മാർക്കറ്റ് ഒരു പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് സിറ്റിക്ക് വെളിയിലുള്ള ഒരു മലമ്പ്രദേശത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കാം. പിന്നീട് അങ്ങോട്ട് വേറെ ക്യാമറ ഒന്നും ഇല്ലാത്ത കാരണം വേറെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ ഡേവിഡിന് എന്തോ പോലെയാവാ. അവൾ ഡിറ്റക്റ്റീവ് റോസിനോട് തന്റെ മോൾ എങ്ങനെയൊന്നും പോകുന്ന ആളല്ല, അവൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ റോസ്, അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോ ഇത്രയും വിവരം കിട്ടിയില്ലേ, നിങ്ങൾക്കും എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നോട് പറയാന്ന് പറഞ്ഞ് ഫോൺ വെക്കാം. അവിടുന്ന് സീൻ കട്ടായാൽ ഡേവിഡ് മാർക്കറ്റിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക. അപ്പൊ അതില് ഡേവിഡ് ആഴ്ചയിൽ പിയാനോ ക്ലാസ്സിന് കൊടുക്കുന്ന കാശ് അവൾ ചെലവാക്കിയിട്ടൊന്നുമില്ല. പകരം അതൊരു $2,500 ആയപ്പോ അവൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഡേവിഡ് അത് ആരുടെ അക്കൗണ്ട് എന്ന് നോക്കുന്നുണ്ട്, എന്നത് ഡീആക്ടിവേറ്റഡ് ആയിരിക്കും. പിന്നീട് ഡേവിഡ് ഈ കാര്യങ്ങളെല്ലാം അവന്റെ ബ്രദറിനോട് പറയാ. എന്നിട്ട് അവനോട് ചോദിക്കും, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പൊ അവൻ, ഹേയ് അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ശേഷം ഡേവിഡ് മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ വീണ്ടും അവളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കാം. അപ്പൊ അതില് അവൾ കുറെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 4-5 ലൈക്കൊക്കെ കിട്ടാറുള്ളൂ. അതിൽ തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് അവളുടെ മിക്ക ഫോട്ടോസിന് ലൈക്ക് ഉണ്ട്. ഡേവിഡ് അപ്പോ ആ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കാം. അത് ഡെറിക് എന്ന് പറയുന്ന പയ്യന്റെ ആയിരിക്കും. അതിലവൻ സ്റ്റഫൊക്കെ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട്. ഇത് കാണുമ്പോൾ എന്തോ സംശയം തോന്നിയ ഡേവിഡ് അവന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ ഡേവിഡ് ഒരു വെബ്സൈറ്റിൽ പൈസയൊക്കെ അടച്ച് അവന്റെ നമ്പർ എടുത്ത് അവനെ വിളിക്കും. എന്നിട്ട് അവനോട്, ഞാൻ മാർക്കറ്റിന്റെ പപ്പായ, നീ അവളും തമ്മിൽ എന്താ ബന്ധം, അവൾ എവിടെയാ, അവളെ കാണാനില്ലല്ലോ, നീ അവസാനമായി അവളെ കണ്ടത് എപ്പോഴാ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഡെറിക്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഞാൻ അവളെ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായി എന്ന് പറയും. ഡെറിക്കിന്റെ ഈ ഒരു സംസാരം ഡേവിഡിന് അത്ര പിടിക്കില്ല. എന്തോ പന്തികേടുള്ളതുപോലെ അവന് തോന്നും. അവന് ഈ കാര്യം ഡിറ്റക്റ്റീവ് റോസ്മേരിയോട് പറയാൻ ഒരുങ്ങുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാർഗൻ ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നിന്ന് ഒരു ഫേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനവള് ഒരു $2,500 ക്യാഷും കൊടുത്തു. എന്ത്, $2,500 ക്യാഷ് ആയിട്ട് കൊടുത്തുന്നോ? അതിനവള് $2,500 അവളുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആണല്ലോ ചെയ്തേക്കുന്നേ. അതെ ഡേവിഡ്, അവൾ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നേ. പക്ഷെ അത് അവളുടെ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ടാ. എന്ത്, അവളുടെ തന്നെ ഫേക്ക് അക്കൗണ്ടോ? അവൾ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേക്കുറിച്ചൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നുന്നു അവൾക്ക് ഇവിടുന്ന് ഓടിപ്പോവാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന്. ഓടിപ്പോവാനോ? എന്തിന്? ആദ്യം മാത്രം അവൾക്കൊരു പ്രശ്നം കൂടിയില്ല. എന്റെ മോള് അങ്ങനൊരു കുട്ടിയല്ല എന്ന് പറഞ്ഞ് ഡേവിഡ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാം. പിന്നെ വീണ്ടും ഡേവിഡ് അവളുടെ ലാപ്പിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്നറിയാൻ ചെക്ക് ചെയ്യുക. അപ്പോഴാണ് അവൻ അവളെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തേക്കുന്ന സൈറ്റ് ഏതാണെന്ന് നോക്കുന്നത്. അത് ഈ യൂകാസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ആയിരിക്കും. ഇത് ഈ ലൈവ് സ്ട്രീം ഒക്കെ നടത്തി വീഡിയോ ഇടുന്ന ഒരു സൈറ്റ് ആട്ടോ. അതിൽ മാർക്കറ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഡേവിഡ് പ്ലേ ചെയ്ത് നോക്കാട്ടോ. അതിലവള് സ്വന്തം അച്ഛനായ ഡേവിഡിനോട് പറയാത്ത കാര്യങ്ങൾ പോലും അവിടെ ഉള്ളവരുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, കളർ, പിന്നെ അവളുടെ ഫേവറേറ്റ് പ്ലേസ് ആയ ഒരു തടാകം, അതുപോലെ പിയാനോ ക്ലാസ് നിർത്തിയത്. ഇത് അച്ഛനോട് അങ്ങനെ പറയുമെന്നുള്ളത്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ അവിടെ ഉള്ളവരുമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫിഷിംഗ് ചിപ്സ് എന്ന് പറയുന്ന ഐഡിയ എന്ന് ഫ്രീക്വന്റ് ആയി അവൾക്ക് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് ശ്രദ്ധിക്കുന്നത്. ആ കമന്റ്സിലൂടെ എല്ലാം ആ പെൺകുട്ടി അവരുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. എന്റെ പേര് ഇതാണ്, ഞാനിവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ട്, എന്റെ അമ്മയ്ക്ക് ക്യാൻസറായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാം, നിങ്ങളുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിലെന്തോ പന്തികേട് തോന്നിയ ഡേവിഡ് ഇക്കാര്യം ഡിറ്റക്റ്റീവ് റോസ്മേരിയോട് പറയാ. അപ്പൊ അവരത് അന്വേഷിച്ചിട്ട് പറയും, ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമോ, ഞാൻ അവള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചു, മാർഗറ്റ് കാണാതായ ദിവസം ആ കുട്ടി ഷോപ്പിൽ വന്നിരുന്നു, ഞാൻ അവിടുത്തെ CCTV ചെക്ക് ചെയ്തു. ഇത് കേൾക്കുമ്പോ ഡേവിഡിന് ഭയങ്കര സങ്കടാവാ. തന്റെ മകളെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല, അവളും ഞാനും തമ്മിൽ ഭയങ്കര അന്തരാണെന്നൊക്കെ റോസ്മേരിയോട് പറയാ. അപ്പൊ റോസ്മേരി, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ലെന്നേ. ഇപ്പോ എന്റെ മകന്റെ കാര്യം തന്നെ എടുക്കാം. അവനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചേ. എന്നാ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ അവൻ ചെയ്തേ. അവൻ എന്റെ പോലീസ് ഐഡി വെച്ച് ഞാൻ ചാരിറ്റി തുടങ്ങിയെന്ന് പറഞ്ഞ് ഇവിടെയുള്ള നൈബേഴ്സിനെ ഇന്നെല്ലാം ക്യാഷ് വാങ്ങി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? എന്ത് ചെയ്യാൻ? അവസാനം ഞാൻ ആ ട്രസ്റ്റ് തുടങ്ങിയെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അവർ കുറച്ചേരം സംസാരിക്കും. ശേഷം ഇനി നാളെ കാണാന്ന് പറഞ്ഞ് ഡേവിഡ് സിസ്റ്റ് ഓഫ് ചെയ്യാൻ പോകുമ്പോഴാണ്
ഡേവിഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നേ, മാർഗറ്റ് അവൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പിനും അവളുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ് ഒരു ലൈക്കിന്റെ പടം കാണിച്ചിട്ടുള്ളത്. ഉടനെ ഡേവിഡ് അതെവിടെയാണെന്ന് സെർച്ച് ചെയ്ത് അതിന്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ മാർഗരറ്റിനെ അവസാനമായി കണ്ട ആ CCTV ഫോട്ടേജിന്റെ അടുത്താണ് ഈ ലൊക്കേഷൻ എന്ന് അവന് മനസ്സിലാവും. ഉടനെ ഡേവിഡ് കാർ എടുത്ത് ആ സ്ഥലത്തേക്ക് പോവാ. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഡേവിഡിന് ഒരു കീച്ചയും കിട്ടാ. ഉടനെ ഡേവിഡ് റോസ്മേരിയെ വിളിക്കും. എന്നിട്ട് അവളോട്, നിങ്ങളല്ലേ പറഞ്ഞേ എന്റെ മോൾ ഓടിപ്പോയിന്ന്, ദേ നോക്ക് എന്റെ മോളുടെ കീച്ചയും ഈ ലൈക്കിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാ എന്ന് പറഞ്ഞ് ഡേവിഡ് അവരോട് ഭയങ്കരമായിട്ട് ചൂടാവാ. ശേഷം പിറ്റേ ദിവസം വലിയൊരു പോലീസ് ടീം തന്നെ ആ ലൈക്കിന്റെ അടുത്തേക്ക് വരുവാ. എന്നിട്ട് ആ ലൈക്കും പരിസരവും സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോ മാർഗരറ്റിന്റെ കാർ അവർക്ക് ആ ലൈക്കിന്ന് കിട്ടും. പക്ഷെ കാറിനകത്ത് അവളുടെ ബോഡി ഒന്നുമില്ല, എന്നാ കുറെ ചോരത്തുള്ളികൾ ഉണ്ടായിരുന്നു. ഇതിന്ന് ആരോ അവളെ കാറിനകത്ത് വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അവൾ അവിടെ നിറങ്ങി ഓടി എന്ന നിഗമനത്തിൽ പോലീസുകാരെത്തുക. പിന്നെ കാര്യങ്ങൾ ഇത്രയും വഷളായതോടെ ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആവാട്ടോ. എല്ലാ വാർത്താ ചാനലുകളിലും ഇതായിരിക്കും ചർച്ചാ വിഷയം. അതിന്റെ ഫലമായി റോസ്മേരി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് ആ ഒരു പ്രദേശത്തിന്റെ മാപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് 2 ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട്, ഞങ്ങൾ ഈ 2 ഭാഗം സെർച്ച് ചെയ്ത് കഴിഞ്ഞു, ഇനിയുള്ള സ്ഥലം കൂടി കവർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഫോഴ്സ് പോരാ, അതുകൊണ്ട് കുറച്ച് വാളണ്ടിയർമാരെ വേണമെന്ന് മാധ്യമങ്ങളിലൂടെ റോസ്മേരി പറയും. ഒപ്പം ഡേവിഡും ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇതപ്പോ ടിവിയിലൂടെ കേൾക്കുന്ന ആ പരിസരത്തുള്ള കുറെ ആളുകൾ അതിന് തയ്യാറായി അവിടേക്ക് വരൂ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി സെർച്ചിങ്ങിന് ഇറങ്ങാം. എന്നാൽ ഈ സമയത്ത് ഭയങ്കരമായി അവിടെ മഴ പെയ്യുന്നുണ്ട്. എന്നാലും അവർ സെർച്ചിങ് പൂർത്തിയാക്കും. ശേഷം റോസ്മേരി വന്ന് പത്രക്കാരോട് പറയുന്നുണ്ട്, ഞങ്ങൾ മാക്സിമം സെർച്ച് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് മാർഗരറ്റിനെ കണ്ടെത്താനോ പുതിയ തെളിവുകളോ ഒന്നും കിട്ടിയില്ലാന്ന്. ഈ ഒരു ന്യൂസ് വന്നോടെ സോഷ്യൽ മീഡിയക്ക് കത്താൻ തുടങ്ങാം. ഫൈൻഡ് മാർഗറ്റ് എന്ന ഹാഷ്ടാഗോടെ പലരും ഈ വിഷയം എടുത്തിടാൻ തുടങ്ങി. പല പ്രമുഖരും മാർഗരറ്റിനെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. പിന്നെ കുറച്ചു പേർക്ക് ഇത് അച്ഛന്റെ ഉത്തരവാദിത്തമില്ലായ്മയോട് സംഭവിച്ചതാണെന്നായിരുന്നു. ഈ ഒരു തോന്നല് എനിക്ക് തോന്നിയതാട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഡേവിഡ് എന്ന് അന്വേഷിച്ചപ്പോ അവളുമായി അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ പലരും സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മാർഗരറ്റ് എന്ന നൈറ്റ് പഠിക്കാൻ പോയ വീട്ടിലെ പെൺകുട്ടിയാട്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെറിക് എന്ന് പറഞ്ഞ ഒരുത്തൻ, മാർഗരറ്റ് എന്റെ കൂടെയുണ്ട്, ഞങ്ങളിപ്പോ ഒരു സിനിമയ്ക്ക് വന്നേക്കാന്ന് പറയുന്നത്. ഈ ഡെറിക് എന്ന് പറഞ്ഞവൻ ഡേവിഡ് നമ്മൾ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവനാട്ടോ. ഉടനെ ഡേവിഡ് അവിടേക്ക് പോവാ. അങ്ങനെ അവിടെ എത്തുന്ന ഡേവിഡ് ഡെറിക്കിനോട് 1-2 പറഞ്ഞ് അടിയാവും. ഇത് അവിടെയുള്ള ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാം. അന്ന് ഈവനിങ് ഡിറ്റക്റ്റീവ് റോസ്മേരി ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട്, ഇനി നിങ്ങളെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാ. ഇത് കേട്ട് ഡേവിഡ് അവരോട് ചൂടാവാ. അതിന് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത്? എന്റെ മകളെ കാണാതായ ലൊക്കേഷൻ വരെ ഞാനല്ലേ കണ്ടുപിടിച്ചത്? അതൊക്കെ ശരിയാണ് ഡേവിഡ്, പക്ഷേ ഇന്ന് നിങ്ങൾ പോയി ആ പയ്യനെ തല്ലിയത് അത് വളരെ മോശമായി പോയി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കാം. അതുകൊണ്ട് സുപ്പീരിയേഴ്സ് പറയുന്നത് ഇനി നിങ്ങളെ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടെന്നാ എന്നും പറഞ്ഞ് റോസ്മേരി വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് പോവാ. എന്നാൽ ഇത് കേട്ട് വെറുതെ ഇരിക്കാൻ ഡേവിഡിന് പറ്റില്ലല്ലോ. നഷ്ടപ്പെട്ടത് അവന്റെ മകളല്ലേ. ഡേവിഡ് അപ്പോ തന്റെ മകളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമെന്ന് അറിയാൻ ആ ലൈക്കിൽ നിന്നെടുത്ത ഫോട്ടോസൊക്കെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാ. അപ്പോഴാണ് കാറിനുള്ളിലൊരു ജാക്കറ്റ് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നേ. ഇത് താൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ അപ്പോന് വരും. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇത് അവന്റെ ബ്രദറിന്റെ ജാക്കറ്റ് ആണെന്നും അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ ഉള്ളതും അവനപ്പോ ഓർക്കും. ഇതിലെന്തോ പന്തികേട് തോന്നിയ ഡേവിഡ് ഇവരുടെ ചാറ്റിംഗ് ഒക്കെ ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ അതിൽ, മാർഗരറ്റ് ഇന്നലെ നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് നീ വരുന്നുണ്ടോ, വന്നോന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പ അറിഞ്ഞാലുള്ള കാര്യം ഓർത്ത് പേടിയാവാ. ഹേയ്, അവൻ അറിയാനൊന്നും പോകുന്നില്ല, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇങ്ങനെയുള്ള കുറെ മെസ്സേജുകൾ ഡേവിഡ് കാണാ. ഇതൊക്കെ കാണുമ്പോൾ ഡേവിഡിന് അവന്റെ ബ്രദറിന്റെ മേൽ നല്ല സംശയം വരും. എന്നാ ഇനി താൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് തെളിവോടെ പിടിക്കണം എന്ന് കരുതി ഡേവിഡ് അവന്റെ ബ്രദറിന്റെ വീട്ടിൽ ചെന്ന് അവനറിയാതെ ക്യാമറകൾ ഫിറ്റ് ചെയ്ത് ഡേവിഡിന്റെ ലാപ്പിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ബ്രദറിനോട്, നീയും മാർഗരറ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു, അവൾ നിന്നോട് വല്ലതും പറയാറുണ്ടോ? ഞങ്ങള് തമ്മിൽ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് ചാറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞവൻ ഇവർ ചായ കുടിച്ച് ഗ്ലാസ് വെക്കാനായി അടുക്കളയിലേക്ക് പോവാ. അപ്പൊ ഡേവിഡ് ഇവരുടെ ചാറ്റുകൾ ഓരോന്നോരോന്നായി വിളിച്ചു പറഞ്ഞിട്ട്, നീ എന്താണ് എന്റെ മകളെ ചെയ്തെന്ന് ചോദിച്ച് അവളെ തല്ലുവാ. അപ്പൊ അവൻ, ഞാൻ അവൾക്ക് കഞ്ചാവ് കൊടുക്കാറുണ്ടെന്ന് പറയും. ഒരു ദിവസം ഞാൻ വീട്ടിൽ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ അവൾ ഇങ്ങോട്ട് വന്നു. ഇത് കണ്ടപ്പോ അവൾ തനിക്കും തരുമെന്ന് ചോദിച്ചു. ഞാനപ്പോ അവൾക്കൊന്ന് കൊടുത്തു. അപ്പൊ അവള് എന്നോട് കുറെ സങ്കടങ്ങൾ പറഞ്ഞു. അമ്മ മരിച്ച പിന്നെ അവൾക്ക് എപ്പോഴും ഒറ്റപ്പെടുന്നൊരു ഫീലിംഗാ. അവൾക്ക് പിയാനോ ക്ലാസ്സിൽ പോകുമ്പോ അമ്മയുടെ ഓർമ്മ വരാ. അതുകൊണ്ടാ അവൾ പിയാനോ ക്ലാസ് നിർത്തിയ. പിന്നെ നീ നേരിട്ടധികം സംസാരിക്കാറില്ല, മിണ്ടാറില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നീട് ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കഞ്ചാവ് വലിക്കാറുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഡേവിഡാക്ക് വല്ലാതാവാ. ഇനി താൻ
എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിറ്റക്റ്റീവ് റോസ്മേരിയുടെ കോൾ അവന് വരുന്നത്. ശേഷം ഡേവിഡ് അവരോട് സംസാരിക്കുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞ് നിലത്ത് വീഴാ. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ ടിവിയിലൊക്കെ ഇപ്പൊ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കിളവൻ വന്നിട്ട് ഞാൻ മാർഗരറ്റിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞു. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് റോസ്മേരി പറഞ്ഞത് കേട്ടിട്ടാ ഡേവിഡ് നിലത്ത് വീണ് പോയത്. ഈ വീഡിയോ ആ കിളവൻ തന്നെ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് റോസ്മേരി മാധ്യമങ്ങൾ കാണുന്നതായിരിക്കും. അപ്പൊ അവര് പറയും, ഈ ഒരു വീഡിയോ കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയിരുന്നു, എന്നാൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതോടെ 2 കേസ് കൂടെ ക്ലോസ് ആവാട്ടോ. ഒന്ന് മാർഗരറ്റിന്റെ കേസും പിന്നെ അയാൾ ആത്മഹത്യ ചെയ്ത കേസും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് റോസ്മേരിയും ഡേവിഡും വീഡിയോ കോളിൽ സംസാരിക്കുന്നതാ. അപ്പൊ റോസ്മേരി പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കരുത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ ഡേവിഡ് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് മാർഗരറ്റിന്റെ മെമ്മോറിയലിന് വേണ്ടി മെമ്മോറിയൽ 1 എന്ന് പറയുന്ന സൈറ്റിൽ ഡേവിഡ് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാ. അങ്ങനെ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ താങ്ക് യു ഫോർ അപ്ലോഡിംഗ് എന്നൊരു ഇന്റർഫേസ് വരുവാ. അതിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ ഡേവിഡിന് അവൾ എവിടെ കണ്ടിട്ടുണ്ടെന്നൊരു തോന്നൽ വരാ. ഒന്നുകൂടി ആലോചിക്കുമ്പോൾ അവന് പിടികിട്ടും, ഈ യൂകാസ്റ്റ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഫിഷിംഗ് ചിപ്സ് എന്ന അക്കൗണ്ടില് മാർഗിനോട് സംസാരിച്ചിരുന്നത് ഈ പെൺകുട്ടിയാ. ഉടനെ ഡേവിഡ് ഇവളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ കുറെ ഫോട്ടോസ് കിട്ടും. ഇതോടെ ഇവളൊരു മോഡലാണെന്ന് മനസ്സിലാവും. ഇവളൊരു മോഡലായിരുന്നിട്ട് തന്റെ മോളോട് എന്തിനാ ഇവൾ പഠിക്കുകയാണെന്ന് കള്ളം പറഞ്ഞെന്നറിയാനായിട്ട് ഡേവിഡ് അവളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അവളെ വിളിക്കുക. അപ്പൊ ആ മോഡൽ ഈ മാർഗരറ്റ് ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാനൊരു മോഡൽ ആയതുകൊണ്ട് എന്റെ ഫോട്ടോ വെച്ച് ധാരാളം ആളുകൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അത്തരമൊരു അക്കൗണ്ട് ആയിരിക്കും അത്. അപ്പൊ നിങ്ങളെ ഡിറ്റക്റ്റീവ് റോസ്മേരി വന്ന് കണ്ടില്ലേ? ഡിറ്റക്റ്റീവ് റോസ്മേരിയോ? അവരാരാ? എന്നാരും വന്ന് കണ്ടിട്ടൊന്നുമില്ല. ഉടനെ ഡേവിഡ് ഫോൺ കട്ട് ചെയ്ത് ഡിറ്റക്റ്റീവ് റോസ്മേരി വിളിക്കും. എന്നാ അവന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഡേവിഡ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചിട്ട് റോസ്മേരിയെ ഒന്ന് അത്യാവശ്യമായി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ അവര് റോസ്മേരിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെയുള്ളവർ ഡേവിഡിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയും, സോറി ഡേവിഡ്, നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റാതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. റോസ്മേരി കേസ് ഏറ്റെടുത്തുമ്പോൾ വളരെ സിൻസിയറായിട്ട് അന്വേഷിച്ചേ. ഇത് കേൾക്കുന്നു ഡേവിഡ്, എന്ത്, റോസ്മേരി കേസ് ഏറ്റെടുത്തുന്നോ? അപ്പൊ നിങ്ങൾ ഇത് അസ്യൂം ചെയ്ത് കൊടുത്തതല്ലേ? അതെ, സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഈ കേസ് അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെടായിരുന്നു. പിന്നെ ആരും ഇൻട്രസ്റ്റ് പറയാത്തോണ്ട് അവൾക്ക് തന്നെ കിട്ടി. ഉടനെ ഡേവിഡ് വീണ്ടും അവളെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അവൻ ഒരു ഫോട്ടോ കാണും, റോസ്മേരിയും മാർഗരറ്റിന്റെ കൊലയാളിയും ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒന്നിച്ച് നിൽക്കുന്നത്. ഉടനെ ഡേവിഡ് അവരോട്, എനിക്ക് നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറായിട്ട് സംസാരിക്കണമെന്ന് പറയാം. ഈ സമയം മാർഗരറ്റിന്റെ മെമ്മോറിയൽ ചടങ്ങ് പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യൂട്ടോ. അത് മെമ്മോറിയൽ 1 എന്ന വെബ്സൈറ്റിൽ ലൈവായി ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട്. അതിലപ്പോ റോസ്മേരി വന്നിരിക്കുന്നത് ഡേവിഡ് കാണാം. അപ്പോ ഡേവിഡ് വേഗം അങ്ങോട്ട് പോവാ. ശേഷം ഡേവിഡ് അവിടെ ചെന്ന് റോസ്മേരി തുറച്ചു നോക്കാം. ഈ സമയം പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട്. ഇതോടെ കാര്യം മനസ്സിലായ റോസ്മേരി അവരുടെ പിറങ്ങിപ്പോവും. പിന്നെ കാണിക്കുന്നത് റോസ്മേരിയെ ജയിലിൽ ചോദ്യം ചെയ്യുന്നതാ. അപ്പോൾ അവൻ സംഭവിച്ച കാര്യങ്ങൾ പറയും. ഈ യൂകാസ്റ്റ് എന്ന ആപ്പില് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന അക്കൗണ്ടിൽ കൂടി മാർഗരറ്റിനോട് സംസാരിച്ചിരുന്നത് വേറെ ആരുമല്ല, അത് റോസ്മേരിയുടെ മകനാണ്. അവന് മാർഗരറ്റിനെ ചെറുപ്പം തൊട്ടേ അറിയാം. എന്നാൽ മാർഗരറ്റിന് ഇവനെ തീരെ ഇഷ്ടമല്ല. അപ്പൊ അവളോട് സംസാരിക്കാൻ ഇവൻ യൂകാസ്റ്റിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. അതാണ് ഫിഷ് ആൻഡ് ചിപ്സ്. എന്നിട്ട് അവളോട് കൂടുതൽ അടുക്കാൻ വേണ്ടി തന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്, അമ്മയുടെ ചികിത്സയ്ക്ക് ഞാൻ പാർട്ട് ടൈം പണിക്ക് പോകാന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ മാർഗരറ്റിന് ഭയങ്കര സങ്കടവും. കാരണം അവളുടെ അമ്മ ക്യാൻസർ വന്നാണല്ലോ മരിച്ചേ. അതുകൊണ്ട് ഈ അസുഖം കാരണം ഇനി ആരും മരിക്കരുതെന്ന് കരുതുന്ന അവൾ തന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന $2500 അവൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ നേരിട്ട് കാണാൻ തീരുമാനിക്കുക. അങ്ങനെ അവർ മാർഗരറ്റിന്റെ ഫേവറേറ്റ് പ്ലേസ് ആയ ആ ലൈക്കിൽ വെച്ച് കണ്ടുമുട്ടും. അപ്പോഴാണ് ഇത് ഇവരാണെന്ന് മാർഗരറ്റ് തിരിച്ചറിയുന്നത്. ഇത് വലിയൊരു വഴക്കിൽ അവസാനിക്കുന്നത്. അവസാനം മാർഗരറ്റ് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. ഇത് കണ്ട് പേടിച്ചു പോയ റോസ്മേരിയുടെ മോൻ റോബർട്ട് അവന്റെ അമ്മയെ വിളിക്കുക. ശേഷം റോസ്മേരി തന്റെ മകനെ രക്ഷിക്കാൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അതൊക്കെ. അതുപോലെ അമ്മ ലൈക്കിന്റെ അവിടെ സെർച്ച് ചെയ്തപ്പോ റോസ്മേരി 2 ഭാഗം പരിശോധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാട്ടോ മാർഗരറ്റ് വീണത്. സത്യത്തിൽ ആ ഭാഗത്ത് ആരും പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ടാ അന്ന് നമുക്ക് മാർഗരറ്റിനെ കണ്ടെത്താൻ കഴിയാഞ്ഞേ. അങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കൽ കഴിഞ്ഞ് റോസ്മേരിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകാട്ടോ. അപ്പൊ ഡേവിഡും കൂടെ ഉണ്ടാവും. അവരപ്പ ചോദിക്കുന്നുണ്ട്, ആ മലയുടെ എവിടെയാട്ടാ എന്റെ മോൾ വീണേന്ന്. അപ്പൊ റോസ്മേരി കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, ഇനിയിപ്പൊ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, 3-4 ദിവസം ഭക്ഷണം വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഡേവിഡ്, അല്ല അങ്ങനെയല്ല, 2 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നില്ലേ, അതുകൊണ്ട് അവൾക്ക് വെള്ളം കിട്ടിക്കാണും, അതുകൊണ്ട് ചിലപ്പോ അവൾ ജീവനോടെ ഉണ്ടാവും. ഇത് കേൾക്കുന്ന പോലീസുകാർ ഉടനെ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക. അങ്ങനെ റെസ്ക്യൂ ടീമും പോലീസുകാരും ചേർന്ന് അവൾ വീണ സ്ഥലം പരിശോധിക്കുക. അവസാനം അവർ മാർഗരറ്റിനെ കണ്ടെത്തും. ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അപ്പോ
മകളുടെ ഈ അവസ്ഥ കണ്ട് ഡേവിഡ് അവിടെ തകർന്നിരുന്നു പോവാട്ടോ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർഗറ്റ് ഡേവിഡിന് മെസ്സേജ് ചെയ്യുന്ന. അപ്പൊ അതിന് റിപ്ലൈ എന്നോണം ഡേവിഡ് അവർ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും. ഇതോടെ മാർഗറ്റ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ആ അപകടത്തിൽ ഇത് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഡേവിഡ് തന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി ഇപ്പൊ അവളോട് നേരിട്ട് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടെ അപ്പയും മോളും തമ്മിലുള്ള ആ റിലേഷനുണ്ടായ ഗ്യാപ്പൊക്കെ മാറിയിട്ടോ. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിലൂടെ ഈ സിനിമ അവസാനിക്കാം. അപ്പൊ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്താം. പുതിയൊരു സിനിമ വരെയും ബൈ.